വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൻ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന, തിരുവെഴുത്തിലൂടെ ദൈവം ഇടപെടുന്ന വചനം നമ്മുടെ ജീവിതത്തിന് പ്രചോദനമായി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള വിശ്വാസ ജീവിതത്തിന് വർധനവ് സംഭവിക്കത്തക്ക നിലയിൽ സ്വർഗം ഇടപെടുന്ന, ദൈവം ശക്തീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5 അധ്യായം 22-23 വാക്യങ്ങൾ. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ട് കാൽക്കൽ വീണു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിനകത്തുനിന്ന് തൊടുന്ന ഒരു പദം. യായിറോസിൻ്റെ മകളുടെ അവസ്ഥയെ യേശു കർത്താവിനോട് പറയുമ്പോൾ, ആ വിവരം കർത്താവിനെ അറിയിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കുഞ്ഞുമകൾ എങ്ങനെയായിരിക്കുകയാ? അത്യാസനത്തിൽ ഇരിക്കുന്നു. എമർജൻസിയായി വെളിപ്പെടേണ്ട ഒരു വിഷയത്തിലേക്ക് കർത്താവിൻ്റെ കരം ഇറങ്ങുവാൻ വേണ്ടി എൻ്റെ വിഷയം ആ ഒരു തലത്തിൽ എത്തി നിൽക്കുക. അതുപോലെ തന്നെയാണ് യായിറോസ് യേശു കർത്താവിനോട് ആ വിവരം പറയുന്നത്, ആ കാര്യം അറിയിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന ദൂത് കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ഇപ്രകാരമുള്ള വിഷയങ്ങളുണ്ടോ? എമർജൻസിയായി ദൈവം തൊടേണ്ട വിഷയം, വേഗത്തിൽ, അതിവേഗത്തിൽ തൊടേണ്ട വിഷയം, അത് നടന്നേ പറ്റൂ. അത് മാസങ്ങൾ കഴിഞ്ഞോ ആഴ്ചകൾ കഴിഞ്ഞോ നടക്കേണ്ട വിഷയമല്ല. അതിനകത്ത് ദൈവത്തിൻ്റെ കരം വേഗത്തിൽ, അതിവേഗത്തിൽ ചലിച്ചേ പറ്റൂ. ഇങ്ങനെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ വേദനാജനകമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അതിശക്തമായി അവരോട് ദൈവത്തിനുള്ള ദൂത് ഇതാ, ദൈവാലോചന ഇതാ. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ, നാം പറയുന്ന ആശയങ്ങളുടെ മേൽ അതുപോലെ തന്നെ ദൈവത്തിന് ചലിക്കാൻ കഴിയും, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വൈതലേ, വചനം വിശ്വസിച്ചോ, ദൂത് ഏറ്റെടുത്തോ, ഇതുപോലൊരു ദൈവപ്രവൃത്തി അതിവേഗത്തിൽ നടക്കും. എൻ്റെ വിഷയത്തിൽ ദൈവം ചലിക്കുന്നത്, എൻ്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്, എൻ്റെ വിഷയത്തിലെ ഗൗരവം കർത്താവ് തിരിച്ചറിയുക. അതല്ലേ ഇവിടെ നടക്കുന്നത്. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുക, നീ വരണം. കർത്താവിനോട് പറയുക, ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവത്തിൻ്റെ വൈതലേ, രോഗതലം മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇന്ന് ദൂതായി വെളിപ്പെടുത്തുന്നത്, കൊടുത്തു തീർക്കാനുള്ളത്. ദിവസം പറഞ്ഞവരില്ലേ, അമേ ഡേറ്റ് നോക്കിയിരിക്കുന്നവരില്ലേ? ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ചില കുടുംബങ്ങൾ ആ മേഖലയിൽ വിടുതലിറങ്ങാൻ പോവുക, ആ തലങ്ങളിൽ വിടുതൽ അനുഭവിക്കാൻ പോവുക. ഏതൊക്കെ വിഷയങ്ങൾ? തലമുറയുടെ ഭാവി ഓർക്കുമ്പോൾ പ്രായം മുന്നോട്ട് പോകുക. ഇനി വേഗത്തിൽ നടന്നേ പറ്റൂ. പ്രായം കവിഞ്ഞു പോകുന്നത് പോലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളായിരിക്കുക. ഇനി പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി നടന്നേ പറ്റൂ. ഇതുപോലെ എമർജൻസിയായ വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ തലമുറയുടെ മേലുണ്ട്, എൻ്റെ സമ്പത്തിൻ്റെ മേലുണ്ട്, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേലുണ്ട്, എൻ്റെ ജോലി പ്രശ്നത്തിൻ്റെ മേലുണ്ട്. തലമുറയുടെ യാത്ര, വിദേശത്തുള്ള യാത്ര, അത് വേഗത്തിൽ നടക്കണം, അത് വേഗത്തിൽ നടക്കണം. ചില അപേക്ഷകൾ കൊടുത്തത് അത് വേഗത്തിൽ നടക്കണം. ഇങ്ങനെ ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ കൂടെ കടന്നു പോകും ദൈവമക്കളോട് ജീവിതത്തിൻ്റെ തലങ്ങളിൽ പരിശുദ്ധാത്മാവിന് ഇടപെടാനുള്ള ദൂത് നിശ്ചയവാ. സമയം തെറ്റിക്കാതെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ഈ നാഴികയിൽ ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ ചലനമുണ്ട്, ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. അപേക്ഷ
തള്ളിക്കളയുന്ന ദൈവമല്ല, യാചന നിഷേധിക്കുന്ന ദൈവമല്ല. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം വിഷയത്തിന്മേൽ അതിവേഗത്തിൽ എൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം അറിഞ്ഞ് എൻ്റെ വിഷയത്തിന്മേൽ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവശക്തിയുടെ പ്രവൃത്തി മണ്ഡലങ്ങളെ സ്വർഗം വെളിപ്പെടുത്തുമെന്ന് ആഴമായി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. വചനം ഏറ്റെടുക്കട്ടെ, ആഴമായി വിശ്വസിക്കട്ടെ. വേഗത്തിൽ ഒരു ദൈവിക ഇടപെടൽ എൻ്റെ വിഷയത്തിലുണ്ട്. വേഗത്തിൽ, അതിവേഗത്തിൽ ദൈവിക ഇടപെടൽ എൻ്റെ തലമുറയുടെ മേലുണ്ട്. അപ്രകാരം ദൂതിൽ ആഴമായി വിശ്വാസം അർപ്പിക്കുന്ന കുടുംബങ്ങളുടെ മേൽ വചനം ചലിക്കും, ദൈവശക്തി ചലിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ നിലവാരത്തിൽ കർത്താവ് സഹായിക്കാൻ പോവുക, ദൈവം അനുഗ്രഹിക്കാൻ പോവുക. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സഖ്യപിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, ദൂതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വിടുതലായി തീരട്ടെ അതിവേഗത്തിൽ. കർത്താവേ, ഇതുപോലെ അവസ്ഥകൾ കുടുംബത്തിൽ പല വിഷയങ്ങളുണ്ട്, അതിവേഗത്തിൽ നടക്കേണ്ടത് കർത്താവ് അത് കാണുന്നല്ലോ. ദൈവത്തിൻ്റെ കരം ഇറങ്ങുന്ന ആ ശബ്ദത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ അത്ഭുതങ്ങൾ കാണട്ടെ, വീര്യപ്രവർത്തികൾ നടക്കട്ടെ. സർവശക്തൻ്റെ മഹത്തായ ഭുജം തൊടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.